സ്വീകരിക്കാൻ പറ്റൂല. ഇയാൾ വേറെ ഒന്ന് പറയുന്നുണ്ട്, മറിയം ബീവിയെയും ഈസാ നബിയെയും പിശാച് കുത്തിയിട്ടില്ല, അതുകൊണ്ട് അവർ കരഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, മറിയമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു, ഫലമ്മാ വലഅത്ഹാ ഖാലത്ത് റബ്ബി ഇന്നി വലഅത്ഹാ ഉൻസാ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അവിടെ വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവിയെ പ്രസവിച്ചപ്പോൾ മറിയമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ സന്താനങ്ങൾക്കും നീ ശൈത്താനിന് രക്ഷ നൽകണേ. അത് അള്ളാഹ് സ്വീകരിച്ചതുകൊണ്ട് മറിയമിനെയും പിശാച് കുത്തിയില്ല, മറിയമിന്റെ സന്തതിയായ ഈസാ നബിയും കുത്തിയില്ല. കുത്താൻ വേണ്ടി വന്നു, പക്ഷെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരെ ദേഹത്ത് കൊള്ളാതെ വിരിമ്പലാണ് തട്ടിയത് എന്ന് ഹദീസിലുണ്ട്. എന്നിട്ട് ഇയാൾ പറയാ, ഈ പുരോഹിതന്മാർക്ക് ലോകം തിരിയോ? ഫാദർ അലവി എന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറിന്റെ ആള്, അവൻ ഈസാ നബി ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ ഈ ഹദീസ് എടുക്കുന്നത്, ഈ പുരോഹിതന്മാർക്ക് ലോകം തിരിയോ? അപ്പൊ ഫാദർ അലവിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഹദീസിനെ തട്ടുക. ഫാദർ അലവിക്ക് മറുപടി അറിയില്ലെങ്കിലോ അറിയുന്നോട് ചോദിച്ചു പഠിക്കണം. ഞാൻ സുല്ലമി അല്ലട്ടോ പറഞ്ഞത്, സുല്ലമിയുടെ പേരിൽ ഇതിനെ ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. സുല്ലമിക്ക് പറയാനുണ്ട്, ഞാൻ എടോന്ന് വിളിച്ചു, നിങ്ങൾ ഇനി സുല്ലമി എടോന്ന് വിളിച്ചു എന്ന് പറയണ്ട. അതിനെ ന്യായീകരിക്കുന്നവരോടാ പറഞ്ഞു. സുല്ലമി പറയുന്ന ഈ ന്യായം ഇപ്പൊ വരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രസവിച്ച് ആണും പെണ്ണും ഒക്കെ തിരിഞ്ഞിന് ശേഷം പ്രാർത്ഥിച്ചത്, പിന്നെങ്ങനെ കുത്താൻ തിരിക്കാൻ? പ്രസവിച്ചപ്പോൾ പ്രാർത്ഥിച്ചു എന്നാ ഖുർആനിലുള്ളത്. പ്രസവിച്ചതിന് ശേഷമല്ലേ കുത്താൻ പറ്റുള്ളൂ. പ്രസവിക്കുമ്പോൾ പ്രാർത്ഥിച്ചു എന്നാ ഖുർആനിലുള്ളത്. പ്രസവിച്ച ഉടനെ കുത്താൻ സാധിച്ചതുമില്ല, മറിയമിനെയും കുത്തിയില്ല, ഈസാ നബിയും കുത്തിയില്ല. അതുകൊണ്ട് ദൈവപുത്രനാന്ന് വരുമോ? ആ സമയത്ത് കുത്തുന്നതിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചു എന്നതുകൊണ്ട് മറിയമോ അല്ലെങ്കിൽ മറിയമിന്റെ പുത്രനോ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗമാണെന്നോ വരുമോ? ഫാദർ അലവിക്ക് മറുപടി പറയാൻ മുമ്പ് കാലത്ത് മുസ്ലിമീങ്ങൾ ആരും ഈ ഹദീസിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അൽ ജവാബു സഹീഹു ലിമൻ ബത്തല ദീനൽ മസീഹ്, ക്രിസ്ത്യാനികൾക്കുള്ള ചുട്ട മറുപടി വായിച്ചു നോക്കി. അവരൊന്നും ഹദീസിനെ തള്ളിക്കളയല്ല ചെയ്ത്, വ്യക്തമായ മറുപടി പറയാ ചെയ്തിട്ടുള്ളത്. മാത്രല്ല ഇയാളുടെ ഈ വാദങ്ങൾക്കൊക്കെ ആലൂസി എന്ന് പറയുന്ന മുഫസ്സിർ അദ്ദേഹം റൂഹുൽ മആനിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പിശാചിന് കുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മള് കുത്തുവാൻ സാധിക്കുന്ന പിശാചിന് ബട്ടൺ അമർത്തുവാനും സാധിക്കുമല്ലോ. അപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റുമുള്ള അണുവായുധങ്ങളെ ബട്ടണമർത്തി ഈ ഭൂമിയിൽ നാശങ്ങൾ വർദ്ധിപ്പിക്കും. ഇതെല്ലാമാണ് ഇമാം റാസി പറയുന്നതിന്റെ ഉദ്ദേശം. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ തന്നെ തകരാൻ ഇടയാകും. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ദൈവപുത്രനാക്കുവാൻ ഈ ഹദീസാണ് പ്രധാനമായും തെളിവ് പിടിക്കാറുള്ളത്. നവയാഥാസ്ഥികർ അവർക്ക് തെളിവുകൾ ബലപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? ബട്ടണമർത്താൻ കഴിയുമല്ലോ. ഇയാളെ കണക്കിൽ വെറും ശൈത്താൻ മാത്രമേ ലോകത്തുള്ളൂ, വേറൊന്നുമില്ല. ഇയാൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, നിസ്കരിക്കുമ്പോ പിശാച് വന്നിട്ട് അതോർക്ക് ഇതോർക്ക് എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ദുർബോധനം നടത്തണോ? നമ്മളെ കാല് പിടിച്ചങ്ങ് മറിച്ചിട്ടാ പോരെ? അതുപോലെ തന്നെ നമ്മള് പെണ്ണുങ്ങൾ ജുമഅക്ക് പോകുമ്പോ കുട്ടിനെ കടത്തിറക്കി പോയാ അപ്പൊ കുട്ടിനെ ഒന്ന് നുള്ളിക്കൂടെ? നമ്മളെ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോ കുട്ടിനെ തൊട്ടിലിരിച്ച് നുള്ളിക്കൂടെ? ഇതൊക്കെ ഇയാളെ യുക്തിവാദങ്ങളാണ്. ഇവിടെ ശൈത്താന് നൽകപ്പെട്ടിട്ടുള്ള കഴിവ്, ജിന്നുകൾക്ക് നൽകപ്പെട്ടുള്ള കഴിവ് യാതൊരു തടസ്സവുമില്ലാതെ യഥേഷ്ടം വിനിയോഗിക്കാൻ അള്ളാഹു അവസ്ഥ നൽകിയിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ പറഞ്ഞൊക്കെ ഉണ്ടാവും. പക്ഷേ ജിന്നുകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ എന്നൊരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റൂഹുൽ മആനിയിൽ ആലൂസി ഇത്തരം യുക്തിവാദങ്ങൾക്ക് മറുപടി പറയുന്നിടത്ത് എന്താ പറഞ്ഞറിയോ? വലാ യഖ്ഫാ അന്നൽ അഖ്ബാറ ഫീ ഹാദൽ ബാബി കസീറത്തുൻ വഅക്തറുഹാ മുദവ്വനും ഫി സിഹാഹി. ഒരു അവ്യക്തതയുമില്ലാത്ത കാര്യമാണ്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ മിക്കവാറും ഹദീസുകളൊക്കെ സ്വഹീഹായ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. والأمر لا امتناع فيه وقد أخبر به الصادق عليه الصلاة والسلام. ഇത് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂൽ പറഞ്ഞതാണ്. ഫൽയുതലഖ ബിൽ ഖബൂൽ, അതുകൊണ്ട് ഇതിനെ സ്വീകരിച്ച് സമ്മതിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, കൈഫ വഫി സഹീഹ്, ഇങ്ങനെ അതിന് കഴിയൂലേ ഇതിന് കഴിയൂലേ, ഈ ദുനിയാവിൽ മുഴുവനും പിന്നെ കരച്ചിലിന്റെ ഒച്ച കൊണ്ട് നിറയില്ലേ എന്നൊക്കെയുള്ള വാദത്തിന് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, കൈഫ വഫി സഹീഹ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും? സഹിയായ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടില്ലേ, ലൗലാ അന്നൽ മലായികത യഹ്ഫദൂനകും ലഹ്തബശത്കും അശ്ശയാതീൻ കമാ യഹ്തബിശു ദുബാബുൽ അസല. മലക്കുകൾ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ ഈ തേനിന്റെ ചുറ്റും ഈച്ചകൾ പൊതിയുന്നത് പോലെ പിശാചുക്കൾ നിങ്ങളെ പൊതിയുമായിരുന്നു. വഫീ റിവായത്തിൻ ലഖ്തതഫതുകുമുൽ ജിന്നു, ജിന്നുകൾ നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ തട്ടിക്കൊണ്ടോലെ കാലുടിച്ച് മറിച്ചിടൂലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ മലക്കുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദ് 11-ാമത്തെ ആയത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം മലക്കുകളെ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ.
ലഹു മുഅഖിബാത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം ആ ആയത്തിൽ നിന്ന് നമുക്ക് പ്രസംഗം ആരംഭിക്കാം. പിശാചുക്കളെ മാത്രമല്ല, പിശാചുക്കളിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന്, മറ്റ് അപകടങ്ങളിൽ നിന്ന് മനുഷ്യനെ കാക്കുവാൻ അള്ളാഹു പ്രത്യേക മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇയാളെ കണക്കിൽ ലോകത്ത് പിശാച് മാത്രമുള്ളൂ. ലോകത്ത് പിശാച് മാത്രമല്ല, പിശാചുക്കൾക്ക് ബദലായി മനുഷ്യന് സെക്യൂരിറ്റിയായി നിൽക്കാൻ അള്ളാഹു മലക്കുകളെ പടച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളുടെ യുക്തിവാദങ്ങൾ സ്വീകരിച്ച് ഹദീസുകളെ തള്ളിക്കളയുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകളെ തള്ളിക്കളയാൻ യുക്തിവാദം കൊണ്ടുവരുന്ന ഇയാൾ ശരിയായ ചേകനൂരിന്റെ പാതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കണമെന്നുള്ളവർ ഇയാളുടെ തനിനിറം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും പിശാച് കുത്തുന്നതിന്റെ ഫലമായിട്ടാണ് കുട്ടി കരയുന്നത് എന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമ്മുടെ യുക്തിവാദങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. പിശാചിന് എന്തൊക്കെ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ ആ കഴിവുകളൊക്കെ യഥേഷ്ടം ഉപയോഗിക്കാവുന്ന തരത്തിൽ അവനെ സർവതന്ത്ര സ്വതന്ത്രനായി അള്ളാഹു വിട്ടിട്ടില്ല. അവനിൽ നിന്നും അവന്റെ കെടുതികളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകൾ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാകുമായിരുന്നില്ലെങ്കിൽ തേനീച്ചകൾ തേനിന് ചുറ്റും പൊതിയുന്നത് പോലെ പിശാചുക്കൾ നിങ്ങളെ പൊതിയുമായിരുന്നു, പിശാചുക്കൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമായിരുന്നുവെന്ന് ഹദീസ് റൂഹുൽ മആനിയിൽ ആലൂസി ഉദ്ധരിച്ചത് നാം ഇന്ന് വായിക്കുകയുണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, പിശാചിനെ സംബന്ധിച്ച് പിശാച് മനുഷ്യ മനസ്സിൽ ദുർബോധനം മാത്രമല്ല ഉണ്ടാക്കുക, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളും ജിന്നുകളുടെ വർഗത്തിലുണ്ട് എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഇവിടെ മനുഷ്യൻ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ആ ഹദീത്ത്, അതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ പരിഹസിച്ച് സംസാരിക്കാണ് നമ്മുടെ കരിമ്പിലാക്കൽ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? മുഹമ്മദ് നബിന്റെ വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? ഉമർ ബിൻ ഖത്താബിന്റെ വാപ്പ അങ്ങനെ പറഞ്ഞിട്ടാണ് ഉമർ ഖത്താബ് നന്നായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ